നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സേവനം നൽകിയതിന്റെ തെളിവെവിടെ? കോടികൾ കൈപ്പറ്റിയതിന്റെ കണക്കെവിടെ? ഇതാണ് ഇന്ന് കേരളം ചോദിക്കുന്ന ചോദ്യം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ചുറ്റിപ്പറ്റിയുള്ള മാസപ്പടി വിവാദം വെറും രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. അന്വേഷണ രേഖകൾ പുറത്തു വരുമ്പോൾ എക്സാലോജിക്കിന് കിട്ടിയ പണം എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്നതടക്കമുള്ള ഗുരുതര ചോദ്യങ്ങൾ ഉയരുന്നു. സേവനത്തിന് പകരമായിട്ടല്ല പണം കിട്ടിയതെന്ന കണ്ടെത്തൽ, പൊതുമേഖലാ പങ്കാളിത്തമുള്ള കമ്പനിയിലെ പണം വകമാറ്റി വായ്പാ കുടിശ്ശിക അടയ്ക്കൽ, അധികാരത്തിന്റെ തണലിൽ വീണ വിജയന് പ്രത്യേക പരിഗണന കിട്ടിയോ എന്നതിലേക്കും കള്ളപ്പണം വെളുപ്പിക്കലിലേക്കും അന്വേഷണം നടത്താൻ ഇഡിക്ക് തടസ്സമില്ല. ആരോപണങ്ങൾ നിഷേധിക്കുന്നവരും അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാണിക്കുന്നവരും നേർക്കുനേർ വരുമ്പോൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ചർച്ച ഇതാണ്. നോക്കുകൂലിയല്ലാതെ ഇത് മറ്റെന്താണ്? CMRL കമ്പനിയും വീണ വിജയന്റെ എക്സാലോജിക്കും വീണ വിജയനും ഇവർ ചേർന്നുള്ള സാമ്പത്തിക ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങളാണ് SFIO റിപ്പോർട്ടിൽ ഉള്ളത്. എക്സാലോജിക്കിന് കിട്ടിയ പണം എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നതടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ SFIO റിപ്പോർട്ടിൽ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എക്സാലോജിക്കിന് കിട്ടിയ പണത്തിൽ 71 ലക്ഷം രൂപയാണ് എക്സാലോജിക്കിന് 24 മാസത്തിനുള്ളിൽ കിട്ടിയത്. ഈ പണം എന്തിന് വിനിയോഗിക്കപ്പെട്ടു എന്നതിന്റെ കൃത്യമായ കണ്ടെത്തൽ SFIO നടത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദമായ വിവരങ്ങൾ ഇങ്ങനെയാണ്. CMRLന്റെ മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്തയും അദ്ദേഹത്തിന്റെ ഭാര്യ ജയ കർത്തയും ചേർന്ന് രൂപീകരിച്ച നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ NBFC എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് EICPL 2015 ഓഗസ്റ്റ് 5-ന് എക്സാലോജിക്കിന് 25 ലക്ഷം രൂപ വായ്പ നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ തുക 2015 ഓഗസ്റ്റ് 6-ന് എക്സാലോജിക്കിന്റെ HDFC ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുകയും ചെയ്തു. 12% പലിശ നിരക്കിൽ 24 മാസത്തവണകളായി തിരിച്ചടവ് വേണ്ടിയിരുന്നതാണ് ഈ വായ്പയ്ക്ക്. ഒരു വർഷ കാലയളവിൽ എക്സാലോജിക് EICPLൽ നിന്ന് കിട്ടിയ ആദ്യ വായ്പയുടെ തിരിച്ചടവിനായി ഒരു തുകയും അടച്ചിരുന്നില്ല എന്ന കണ്ടെത്തലും SFIO നടത്തിയിട്ടുണ്ട്. എന്നിട്ടും എക്സാലോജിക്കിന് ഇതേ ഫിനാൻഷ്യൽ സ്ഥാപനം വീണ്ടും 25 ലക്ഷം രൂപയുടെ മറ്റൊരു വായ്പ കൂടി അനുവദിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വർഷ കാലയളവിൽ 50 ലക്ഷം രൂപയാണ് എക്സാലോജിക്കിന് വായ്പയായി ശശിധരൻ കർത്തയുടെ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയത്. ഈ തുക 2016 ഓഗസ്റ്റ് 29-ന് അതേ HDFC ബാങ്ക് അക്കൗണ്ടിലേക്ക് അടയ്ക്കുകയും ചെയ്തു. അതായത് 25 ലക്ഷം കൂടി, അങ്ങനെ മൊത്തം 50 ലക്ഷം രൂപ. രണ്ടാമത്തെ വായ്പ കിട്ടിയതിന് ശേഷമാണ് എക്സാലോജിക് EICPLന് തിരിച്ചടവ് നടത്തിയത്. അതും 2016 നവംബർ 13-ന് തിരിച്ചടച്ചത് വെറും 4 ലക്ഷം രൂപയാണ്. അതായത് 50 ലക്ഷം രൂപയിൽ തിരിച്ചടച്ചത് 1.5 വർഷത്തിനുള്ളിൽ 4 ലക്ഷം രൂപ മാത്രമാണ്. വായ്പകൾ തിരിച്ചടയ്ക്കാൻ ആവശ്യമായ പണലഭ്യത ഇല്ലാതിരിക്കുകയും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് സ്ഥാപനമായിരിക്കുകയും ചെയ്തിരുന്നിട്ടും എക്സാലോജിക് പിന്നീട് CMRLുമായി 2 പ്രധാന കരാറുകളിൽ ഏർപ്പെടുകയായിരുന്നു. അതായത് എക്സാലോജിക് അപ്പോൾ തന്നെ സാമ്പത്തികമായി നഷ്ടത്തിലായിരുന്നു. അതുമാത്രമല്ല, എക്സാലോജിക് ശശിധരൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള ഫിനാൻഷ്യൽ സ്ഥാപനത്തിന് പണം തിരിച്ചടയ്ക്കാൻ ഉണ്ടായിരുന്നു. അതായത് 50 ലക്ഷം രൂപയിൽ 4 ലക്ഷം രൂപ മാത്രമായിരുന്നു തിരിച്ചടച്ചിട്ടുള്ളത്. ഈ സമയത്ത് വീണ വിജയനെ IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിക്കുകയാണ് CMRL ചെയ്തത്. 2016 ഡിസംബർ 30-ന് CMRL വീണയ്ക്കൊരു നിയമന കത്ത് നൽകി. അതനുസരിച്ച് അവരെ റീറ്റെയിനർഷിപ്പ് അടിസ്ഥാനത്തിൽ IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിക്കുകയായിരുന്നു. SFIOയുടെ കണ്ടെത്തലാണ് ഇത്. വീണ വിജയൻ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കരാർ 2017 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പ്രതിമാസം 5 ലക്ഷം രൂപ പ്രതിഫലം നൽകുന്നതായിരുന്നു ആ കരാർ. ഇതുകൂടാതെ എക്സാലോജിക്കുമായുള്ള സർവീസ് ലെവൽ എഗ്രിമെന്റ് കൂടി 2017 മാർച്ച് 2-ന് വീണയുടെ ഉടമസ്ഥതയിലുള്ള 1 കമ്പനിയായ എക്സാലോജിക്കുമായി CMRL ഒരു സർവീസ് ലെവൽ എഗ്രിമെന്റ് ഒപ്പുവെക്കുകയായിരുന്നു. അങ്ങനെ 2017 ഏപ്രിൽ മുതൽ പ്രതിഫലം കിട്ടിത്തുടങ്ങുകയാണ് എക്സാലോജിക്കിന്. അതിന് 3 മാസം മുൻപ് വീണ വിജയനും പ്രതിഫലം കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. CMRLന്റെ ബിസിനസ് പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ സോഫ്റ്റ്വെയറുകളുടെ വികസനം, പരിപാലനം, മാനേജ്മെന്റ് എന്നിവയ്ക്കായിരുന്നു കരാർ. ഈ കരാർ 2017 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതായി നിശ്ചയിക്കുകയും ചെയ്തു. 3 ലക്ഷം രൂപ പ്രതിമാസം എക്സാലോജിക്കിന് പ്രതിഫലം നൽകാമെന്നായിരുന്നു വ്യവസ്ഥ. അതായത് സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരുന്ന എക്സാലോജിക്കും വീണ വിജയനും 2017 CMRLുമായി 2 വ്യത്യസ്ത കരാറുകളിലൂടെ ഓരോ മാസവും ആകെ 8 ലക്ഷം രൂപ കിട്ടുന്ന തരത്തിലുള്ള വാണിജ്യ ബന്ധം തുടങ്ങിയതായി
വ്യക്തമാക്കുന്നതാണ് SFIOയുടെ റിപ്പോർട്ട്. എക്സാലോജിക്കിന്റെ അക്കൗണ്ട് പുസ്തകങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പരിശോധിച്ചപ്പോൾ SFIO കണ്ടെത്തിയത് മറ്റ് വിവരങ്ങൾ കൂടിയാണ്. CMRൽ നിന്ന് കിട്ടിയ പണം എക്സാലോജിക് എന്തിനു വേണ്ടി വിനിയോഗിച്ചു? അത് സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്കാണോ? അല്ല, സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല വിനിയോഗിച്ചത്. ആ തുക പ്രധാനമായും EICPL, നേരത്തെ പറഞ്ഞ ശശിധരൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഉടമസ്ഥതയുള്ള ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് വായ്പയായി എടുത്ത 50 ലക്ഷം രൂപയുടെ തിരിച്ചടവിന് വേണ്ടിയാണ് എക്സാലോജിക്കിന് കിട്ടിയ പണത്തിന്റെ ഭൂരിഭാഗവും ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തുകയായിരുന്നു. ആ രേഖ കൂടി കാണാം. ആ ചാർട്ടിൽ കൃത്യമായിട്ട് SFIO അക്കാര്യം പറയുന്നുണ്ട്. CMRൽ നിന്ന് കിട്ടിയ ഫണ്ടുകൾ എക്സാലോജിക് ഒരിടനിലക്കാരനെ പോലെ കൈമാറുകയായിരുന്നു. ആർക്ക്? ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്, ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള. അത് ഓരോ മാസവും കൃത്യമായിട്ട് ആദ്യമായിട്ട് പ്രതിഫലം എക്സാലോജിക്കിന് കിട്ടിയത് മെയ് 2017 മുതലാണ്. 2017 മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 2018 ജനുവരി, ഈ ഓരോ മാസത്തെയും 3 ലക്ഷം രൂപ പ്രതിഫലമായി കിട്ടിയത് അതേപടി ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിലേക്ക് അടയ്ക്കുകയായിരുന്നു. അങ്ങനെ 9 മാസത്തെ തുടർച്ചയായി 3 ലക്ഷം രൂപ അടയ്ക്കുകയും അങ്ങനെ 27 ലക്ഷം രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് തിരിച്ചടവുണ്ടായത് 2017 ഒക്ടോബർ മാസത്തിൽ 2 തവണയായിട്ടാണ്. ഒരു തവണ 9 ലക്ഷം രൂപയുടെ തിരിച്ചടവും ഒരു തവണ 6 ലക്ഷം രൂപയുടെ തിരിച്ചടവും ഉണ്ടായി. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് ഒരു 3 ലക്ഷം രൂപ കൂടി, അത് 2019 ജനുവരി മാസത്തിലാണ് തിരിച്ചടിച്ചത്. അന്നായിരുന്നു ഏറ്റവും അവസാനമായി എക്സാലോജിക്കിന് CMRൽ നിന്ന് പ്രതിഫലം കിട്ടിയത്. അതിനുശേഷം എക്സാലോജിക്കിന്റെ പ്രവർത്തനങ്ങൾ നിർത്തുകയാണ് ഉണ്ടായത് CMRലുമായിട്ട്. അങ്ങനെ ആകെ 45 ലക്ഷം രൂപയുടെ തിരിച്ചടവാണ് എക്സാലോജിക് ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്, ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള ഫിനാൻഷ്യൽ സ്ഥാപനത്തിലേക്ക് നടത്തിയത്. അതായത് 50 ലക്ഷം രൂപയുടെ വായ്പയെടുത്ത എക്സാലോജിക് അതിൽ തിരിച്ചടയ്ക്കുവാനായി 45 ലക്ഷം രൂപയും തിരിച്ചടച്ചത് CMRൽ നിന്ന് കിട്ടിയ അതേ തുക അതേപടിയായിരുന്നു എന്ന കണ്ടെത്തലാണ്. ഇത് ഗുരുതരമായ ക്രമക്കേടാണ്. കാരണം പൊതുമേഖല പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം കൂടിയായ CMRൽ നിന്ന് ഇങ്ങനെ എക്സാലോജിക്കിന് കിട്ടിയ പണം, അതൊരു സേവനവും നൽകാതെ ആ പണം വീണ വിജയൻ എടുത്ത വായ്പ അടയ്ക്കുന്നത്, അതും CMRലിന്റെ MD-ആയ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലേക്ക് തിരിച്ചടയ്ക്കുകയാണ് ഉണ്ടായത്. ഗുരുതരമായ വകമാറ്റി ചെലവഴിക്കലാണ് എന്ന കാര്യമാണ് SFIOയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ആ ചാർട്ട് കൃത്യമായിട്ട് ഇങ്ങനെയാണ്. 45 ലക്ഷം രൂപയുടെ തിരിച്ചടവ്. ആകെ കിട്ടിയത് എക്സാലോജിക്കിന് 71 ലക്ഷം രൂപയായിരുന്നു. അതിൽ 45 ലക്ഷം രൂപയും വിനിയോഗിച്ചത് ഇങ്ങനെ ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു. വീണ വിജയന് കിട്ടിയത് 2.7 കോടി രൂപയാണ്. അതിൻ്റെ വിനിയോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ED-യാണ് നടത്തേണ്ടത്. അക്കൗണ്ട് രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തൽ SFIO നടത്തിയത്. ഇത് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ചാർട്ട്. റിപ്പോർട്ടിന്റെ നിലപാടനുസരിച്ച് CMRൽ നിന്ന് കിട്ടിയ പണവും EICPLലേക്കുള്ള വായ്പാ തിരിച്ചടവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധമാണ് ഈ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യം SFIO വ്യക്തമായി പറയുന്നുണ്ട് SFIOയുടെ റിപ്പോർട്ടിൽ. ഇപ്പോൾ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ വെമ്പായൻ നസീർ, ശ്രീ MK ഹരിദാസ് എന്നിവർ ചേരുകയാണ്. ശ്രീ MK ഹരിദാസ്, ഇതൊരു ഭാഗം മാത്രമാണ് കേട്ടോ SFIO റിപ്പോർട്ടിലെ. വീണയുടെ മൊഴി കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ ഇന്ന് ED അന്വേഷണത്തിന് എതിരായിട്ടുള്ള അപ്പീലിൽ മേൽ, അത് CMRൽ കൊടുത്ത അപ്പീലാണ്, അതിൽ വിധി പറയുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതുവരെ CMRൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി പറ്റില്ല. പക്ഷേ ഈ വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള നടപടികളുമായിട്ട് EDക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ SFIO റിപ്പോർട്ടിലുള്ളത്. പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ച് EDക്ക് എത്രമാത്രം മുന്നോട്ട് പോകാനാകും? തീരെ മുൻപോട്ട് പോകാനാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം EDയെ സംബന്ധിച്ചിടത്തോളം, അതിനി അടുത്ത ഭാഗത്ത് പറയാം, ED ഇന്ത്യയിൽ അന്വേഷിച്ച കേസുകളുടെ എണ്ണവും അതിൽ ശിക്ഷിക്കപ്പെട്ട എണ്ണവും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇവിടെ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ED അന്വേഷിച്ച എത്ര കേസുകൾക്ക് തുമ്പുണ്ടായിട്ടുണ്ട്, എത്ര കേസുകൾ കോടതിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്, എത്ര കേസുകളിൽ കുറ്റപത്രം കൃത്യമായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട. നമ്മുടെ കരുവന്നൂർ കേസിൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ED കോഴിയുടെ കാലിമ്പിൽ മുടി ചുറ്റിയതുമാതിരി നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. മഞ്ജുഷ അത്രയേറെ വ്യക്തമായിട്ടാണ് ഇതിന്റെ ഇൻട്രോയിലെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ കാര്യങ്ങളിൽ നിന്നും ഇവിടെ അരിഭക്ഷണം കഴിക്കേണ്ട, ഒരു ഭക്ഷണവും കഴിക്കാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും മനസ്സിലാവും ഒരു മണി ലോണ്ടറിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത്
വീണയ്ക്ക് കൃത്യമായിട്ട് അവരുടെ ഈ ശശിധരൻ കർത്തായും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെട്ട ഒരു കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നു. ആ ലോൺ അടയ്ക്കാൻ വീണയ്ക്ക് മറ്റു വഴികളില്ല എന്ന് കൃത്യമായിട്ട് ശശിധരൻ കർത്തായ്ക്കും അദ്ദേഹത്തിന്റെ വൈഫും നടത്തുന്ന കമ്പനിക്ക് അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ വീണയ്ക്ക് 2 എഗ്രിമെന്റ് പ്രകാരം 5+3 8 ലക്ഷം രൂപ പ്രതിമാസ വരുമാനത്തിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ അവസരത്തിലൂടെ ഈ 8 ലക്ഷം രൂപയിൽ നിന്ന് വീണ ഈ ലോണിലേക്ക് കൃത്യമായിട്ട് പണം അടയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർക്കിളിംഗ് ആണ്. അതായത് ആരിൽ നിന്നാണോ പണം കിട്ടിയിരിക്കുന്നത് ആ വ്യക്തിയിലേക്ക് പണം തിരിച്ചെത്തിക്കത്തക്ക തോതിലെ ഒരു മണി, അതായത് നമ്മൾ പറയില്ലേ, കൃത്യമായിട്ട് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ട് ശശിധരൻ കർത്തായുടെ ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിലേക്ക് തിരിച്ചെത്തിക്കത്തക്ക തോതിലുള്ള ഒരു കാര്യത്തിന് വീണയെ കരുവാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2.78 കോടി രൂപയുടെ കാര്യത്തിൽ വീണയ്ക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തില് വീണ അത്ര ഇന്നസെന്റ് ഒന്നുമല്ല. പക്ഷെ ഈ കാര്യത്തിൽ വീണയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശശിധരൻ കർത്ത കളിച്ചിട്ടുള്ള കളിയിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു മണി ലോണ്ടറിംഗ് ആണ്. അന്വേഷണമൊക്കെ കൃത്യമായ വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മഞ്ജുഷ് എനിക്ക് അയച്ചു തന്ന SFIയുടെ ആ നമ്മുടെ അന്വേഷണ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് അതിലുള്ളത്. പക്ഷെ ഈ വിവരങ്ങളൊക്കെ കൊണ്ടിട്ട് ഈ ED എന്ന് പറയുന്ന നമ്മുടെ അന്വേഷണ ഏജൻസിക്ക് മുൻപോട്ട് പോയിട്ട് വീണ വിജയനും അതുമാതിരി തന്നെ ഇതിന്റെ പിന്നിൽ കളിച്ച ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങേറ്റ സംശയമുണ്ട്. അത് മുൻകാല EDയുടെ ചരിത്രം വെച്ചിട്ടല്ല, EDയുടെ ഈ കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിൽ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ അന്വേഷണങ്ങളും അവർ ചെന്ന് എത്തിപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അവർ കാണിക്കുന്ന അലംഭാവവും ഇത്തരത്തിൽ തെളിവുകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു ഹിമാലയ പർവ്വതമാണ് ഇത്തരം കാര്യങ്ങളിൽ. തന്റെ മകൾക്ക് നേരെ EDയുടെ ഈ അന്വേഷണം ചെന്ന് എത്തി നിന്നിട്ട് മകൾ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഏതറ്റം വരേക്കും പോകും. അവിടെയാണ് നമ്മൾ ADGP അജിത് കുമാർ 2 RSS നേതാക്കളെ കാണാൻ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണോ ഇത്തരത്തിലുള്ള ചെയിനും ലിങ്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത് 39 തവണ സുപ്രീം കോടതിയിലെ ഒരു ലാവലിൻ കേസ് മാറ്റിവെപ്പിക്കാനുള്ള കരുത്ത് പിണറായി വിജയൻ ഉണ്ടെങ്കിൽ ഈ കേസില് ഇപ്പൊ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന EDക്ക് എത്രത്തോളം ഇതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നാളെ വീണ വിജയനെ ഒരു ശിക്ഷിക്കത്തക്ക തോതിലുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഈ കേസിന്റെ ഗതി തിരിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റം ആശങ്കയുണ്ട് മഞ്ജുഷ. ശരി, ശ്രീജിത് പണിക്കർ, ഇപ്പോൾ SFIയുടെ റിപ്പോർട്ട് വന്ന് കുറ്റപത്രവും നൽകിയിട്ടും അതും കോടതി നടപടികളിൽ കുരുങ്ങിക്കിടക്കുകയാണ്, വിചാരണ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ EDയുടെ അന്വേഷണം ഏതറ്റം വരെ പോകും ശ്രീജിത് പണിക്കർ? അതുപോലെ തന്നെ ഇവിടെ ഈ സംഭവത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പ എടുക്കുന്നു. അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി CMRL നിന്ന് കിട്ടിയ പണം ഉപയോഗിക്കുന്നു. CMRLന്റെ MD തന്നെയാണ് ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൻ്റെ ഉടമ. ഇത് ഇങ്ങനെ ഉണ്ടെങ്കിലും നമുക്കൊക്കെ മനസ്സിലാവും അത്. പക്ഷേ അത് നിഷ്കളങ്കമായിട്ട് വേണമെങ്കിൽ പറയാമല്ലോ, ഞങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം ഞങ്ങളുടെ വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ശ്രീ മഞ്ജുഷ്, ആ രീതിയിലത്തൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷേ അത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 447 പ്രകാരമുള്ള ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഷെഡ്യൂൾഡ് ഒഫൻസിൻ്റെ പരിധിയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ EDയുടെ അന്വേഷണം എവിടെ വരെ പോകുമെന്ന് ചോദിച്ചാൽ നിലവിൽ ആ കേസ് വളരെ സ്ട്രോങ് ആണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. SFIയുടെ കേസും സ്ട്രോങ് ആണ്, അതേപോലെ തന്നെ EDയുടെ കേസും സ്ട്രോങ് ആണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കേസ് വാദിക്കുന്നതിന് വേണ്ടി CMRL സിദ്ധാർത്ഥ ലൂത്രയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ ഇവിടെ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ കേസുമായി മുന്നോട്ട് പോകാനായിട്ട് EDക്ക് അധികാരമില്ല, അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പല പ്രൊവിഷൻസ് ഒക്കെയാണ് അവർ കാണിക്കുന്നത്. നിയമപരമല്ല എന്ന് മുമ്പ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന പല വാദങ്ങളും അവർ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതായത് എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ശശിധരൻ കർത്തായ്ക്ക് നിക്ഷേപമുള്ള കമ്പനിയിൽ നിന്ന് വീണ വിജയൻ ഒരു ലോൺ എടുക്കുന്നു. എന്നിട്ട് ശശിധരൻ കർത്തായ്ക്ക് വലിയ സ്റ്റേക്കുള്ള CMRL എന്ന സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് സർവീസസ് ഒന്നും ഓഫർ ചെയ്യാതെ തന്നെ അവർക്ക് മാസാമാസം കൃത്യമായിട്ടുള്ള പ്രതിഫലം സ്വന്തം നിലയ്ക്കും കമ്പനിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ കിട്ടുന്ന പണത്തിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് അവർ ആ ഫണ്ട്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫേക്ക് എക്സ്പെൻസസ് ബുക്ക് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഒഫൻസ് CMRL ചെയ്തിരിക്കുന്നത് അവർ SFIയുടെ മുന്നിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് അത് ഏതാണ്ട് 130 കോടി രൂപയായിരുന്നു. പിന്നീട് അത് ഏതാണ്ട് 182 കോടി രൂപയായിട്ട് പിന്നീട് മാറിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ പലതരത്തിലുള്ള ഫേക്ക് എക്സ്പെൻസസിൽ ഒന്ന് തന്നെയാണ് വീണയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ റീപേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന അനധികൃതമായിട്ടുള്ള പണത്തിൽ നിന്നാണ് എന്നുള്ളതാകും EDയുടെ കേസ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയും.
രണ്ട്, സർവീസസ് ഒന്നും തന്നെ ഓഫർ ചെയ്യാതെയാണ് ആ പേയ്മെന്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണത്തിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് സ്വന്തമായി എടുത്തിരിക്കുന്ന ഒരു ലോൺ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിനെ തിരിച്ചടവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനെ ഫണ്ട് ഡൈവേർഷൻ എന്ന രീതിയിലത്തേക്ക് ആ ഡെറ്റിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ട്. കോർപ്പറേറ്റ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 447 അനുസരിച്ചെടുക്കുന്ന ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് അവിടെ ഉണ്ട്. പക്ഷേ അതില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CMRL ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്തും വെള്ളിയാഴ്ച വരെ CMRLന് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്നതല്ലാതെ ഇതിലെ ഇന്നത്തെ കേസിലെ ഡയറക്റ്റ് ആപ്ലിക്കൻ്റ് അല്ലാത്ത, പരാതിക്കാരി അല്ലാത്ത വീണയ്ക്ക് ഒരു തരത്തിലുള്ള എക്സെപ്ഷനും കിട്ടിയിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. CMRLും EDയും തമ്മിലുള്ള ഒരു കേസ് എന്ന നിലയ്ക്ക് മാത്രമാണ് ആ കേസ് തൽക്കാലം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിലെ ഒരു കക്ഷിയെ അല്ല എന്ന രീതിയിലും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ. അപ്പോൾ അവർക്കെതിരെയുള്ള നടപടികൾ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും CMRL ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾക്ക് മുൻപായിട്ട്? അങ്ങനെയുള്ള കാര്യവും അതിനകത്തുണ്ടല്ലോ. CMRLന്റെ കേസിൽ സത്യത്തിൽ ഈ റിലാക്സേഷൻ കിട്ടിയിരിക്കുന്നത് CMRLന് മാത്രമാണ്. അത് അവിടെ EDയുടെ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട്, കോടതി അത് വ്യക്തമായിട്ട് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ആരാണോ ഇതിൽ ഒരു ആപ്ലിക്കൻ്റായിട്ട് വന്നിട്ടുള്ളത് ആ ആൾക്കാർക്ക് മാത്രമാണ് വെള്ളിയാഴ്ച വരെയുള്ള എക്സെപ്ഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആപ്ലിക്കൻ്റായിട്ട് വീണയുടെ അഭിഭാഷകർ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണയ്ക്ക് ഒരു തരത്തിലുള്ള റിലാക്സേഷനും വെള്ളിയാഴ്ച വരെയും കിട്ടുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ആ കേസിൻ്റെ ഭാവി, അതായത് നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് അവിടെ ഉണ്ടായിരിക്കണം. ആ ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് ഇപ്പോൾ ഈ പറയുന്ന 447 കമ്പനീസ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് ഇല്ല എന്ന രീതിയിലത്തേക്ക് വരികയോ അല്ലെങ്കിൽ SFIയുടെ ഒറിജിനൽ കേസ് ഇല്ലാതെ ആവുകയോ ചെയ്താൽ, നമുക്കറിയാം അത് ഡൽഹിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേയും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ആ കേസ് ഇല്ലാതാവുകയാണെങ്കിൽ ED ഇപ്പോൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ദുർബലമാകും. കാരണം EDക്ക് ഇത്തരത്തിലുള്ള ഒരു കേസന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. പക്ഷേ ആ പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെയായി മാറിക്കഴിഞ്ഞാൽ ആ ഒറിജിനൽ കേസ് അവിടെ ക്വാഷ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ നടപടികളെല്ലാം തന്നെ പൂർണ്ണമായും നിർത്തിവെക്കാനായിട്ട് കോടതി തീരുമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അനുബന്ധ കേസുകൾ പിന്നീട് അന്വേഷിക്കുന്നതിൽ കാര്യമില്ല. അങ്ങനെയുള്ള ഒരു പരാജയ സാധ്യത മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു കേസിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, ഇതിന് തടയുന്നതിന് വേണ്ടിയിട്ട് CMRL പറയുന്ന വാദം അത് തന്നെ ഇവിടെ ഒരു FIR ഇല്ലാതെ, പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു FIR ഇല്ലാതെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് EDക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കോടതിയിൽ വളരെ കൂടുതൽ തവണ കോട്ട് ചെയ്യപ്പെട്ടതുപോലെ 2020 വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കേസുണ്ട്. ആ കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പോലീസ് FIR വേണമെന്നില്ല ED ഒരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനോ അല്ലെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സമൻസ് ഇഷ്യൂ ചെയ്യുന്നതിനോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല എന്ന് സുപ്രീം കോടതി തന്നെ 6 വർഷം മുമ്പ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് EDക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടായാൽ മതി. അതല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടായാൽ മതി, ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം അവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നത്. അതല്ലാതെ അതുമായി ബന്ധപ്പെട്ട ഒരു FIR വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുടെ 2 അംഗ ബെഞ്ച് അടുത്ത ദിവസങ്ങളിൽ ആ കേസിനെ അതിൻ്റെ മെറിറ്റിൽ തന്നെ പരിഗണിച്ച് സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവിനെ കൂടി പരിഗണിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുമെന്ന് തന്നെയാണ്. കാരണം അതല്ല എങ്കിൽ സുപ്രീം കോടതി ഒന്ന് പറയുന്നു, കേരള ഹൈക്കോടതി മറ്റൊരു തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന രീതിയിലേക്ക് അത് വരാൻ പാടില്ല. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ FIRന് തുല്യമാണ് ECIR എന്ന് പറഞ്ഞുകൊണ്ട്, എൻഫോഴ്സ്മെന്റിന്റെ കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി ഇതിലുള്ള പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയില്ല എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട്. അതും ഈ പറഞ്ഞിരിക്കുന്ന മദൻലാൽ ചൗധരി കേസിൽ വളരെ കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട്. ഈ ECIR എന്ന് പറയുന്നത് EDയുടെ ഒരു ഇന്റേണൽ ഡോക്യുമെന്റ് മാത്രമാണ്, അത് FIRന് തുല്യമല്ല. അതുകൊണ്ട് തന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു കോപ്പി ഫർണിഷ് ചെയ്യുക എന്നത് അനിവാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ തന്നെ നേരത്തെയുള്ള റൂളിംഗ് ഉള്ളത് കൊണ്ട് തന്നെ CMRLന്റെ അത് അത്ര എളുപ്പമാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനെ ഓവർറൈഡ് ചെയ്യാനായിട്ട് കേരള ഹൈക്കോടതിക്ക് അധികാരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ നസീർ, ഇതിനകത്ത് SFIO റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് ഫ്രോഡ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടും ഓരോ കക്ഷികളുടെയും പങ്കാളിത്തവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലാണ് സേവനമൊന്നും വാങ്ങാതെയാണ് 2.78 കോടി രൂപ എക്സാലോജിക്കും വീണ വിജയനും ചേർന്ന് കൈപ്പറ്റിയത് എന്ന കാര്യം ആണ്. ഇത് തന്നെ വളരെ പ്രധാനമാണല്ലോ. വേണ്ടത്ര തെളിവുകളാണ് ഇതെല്ലാം. അല്ല, ഈ SFIOയ്ക്ക് പരിധിയുണ്ട്. അത് നമുക്ക് നിയമം ശ്രീജിത്ത് പണിക്കർ സാറിനൊക്കെ അറിയാം, എന്നെക്കാളും നല്ല അറിവുള്ള ആൾക്കാരാണ്. SFIOയ്ക്ക് അങ്ങനെ എല്ലാ കേസിലും കയറി കൈയിടാനും അതിൽ നടപടി സ്വീകരിക്കാനൊന്നും കഴിയില്ല. EDയുടെ അത്ര അധികാരമൊന്നും SFIOയ്ക്കില്ല. SFI എന്ന് പറഞ്ഞാൽ
എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൽ ഈ കച്ചവടങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്ന ക്രമക്കേടുകൾ കണ്ടെത്തുക, അതിന് മാത്രമേ SFIOയ്ക്ക് അധികാരമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ SFIക്ക് എന്തോ ചില കിട്ടിയ തെളിവുകൾ വെച്ച് അത് ED കൂടെ വെച്ച് അത് ലിങ്ക് ചെയ്തുകൊണ്ട് അത് തെളിവുകൾ ഉണ്ടാക്കി, വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഒരു കുരുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇന്ന് വന്ന വാർത്ത സത്യത്തിൽ EDക്ക് മുഖമടച്ചാണ് അടി കിട്ടിയത്. മുഖമടച്ചാണ് അടി കിട്ടിയത് ED പ്രതീക്ഷിച്ചില്ല. EDക്ക് വേണ്ടി ഹാജരായ വക്കീലിനെ നമുക്കറിയാം, പേരുകേട്ട വക്കീലാണ്. ആ വക്കീൽ പറഞ്ഞെന്താണ്, അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞെന്താണ്, 1 സെക്കൻഡ് പോലും സ്റ്റേ കൊടുക്കരുത് എന്നാണ് വാദിച്ചത്. പക്ഷേ അതൊക്കെ പൊളിഞ്ഞു പോയില്ലേ? 1 സെക്കൻഡ് പോലും നീട്ടിവെക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം വാദിച്ചത്. പക്ഷേ കോടതി വെള്ളിയാഴ്ച വരെ നമ്മൾ ഇതാ നോക്കണം, വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ പാടില്ല എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ തെളിവില്ല, ഈ കേസ് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ അന്വേഷണം തുടരാം, അന്വേഷണം തുടരാം. ഞാനിപ്പോൾ പോലീസിൽ ചെറിയൊരു പെൻഷൻ കൊടുത്താലും പോലീസ് അന്വേഷിക്കും. അത് അതിൻ്റെ മുന്നോട്ട് അന്വേഷണം നടക്കട്ടെ, അന്വേഷിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ഇത് അന്വേഷിക്കണം. എല്ലാവരും പറയുന്നത് എന്താണ്? അന്വേഷിക്കണം. ഇത് അന്വേഷിച്ച് ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ കണ്ടെത്തണം. ഇത് എന്തായാലും ശരി, EDക്ക് കിട്ടിയ മുഖമടച്ചുള്ള അടിയാണ്. ഇത് എന്തായാലും വീണ വിജയനെ ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം എന്താണ്, 1 സെക്കൻഡ് പോലും നീട്ടിവെക്കരുതെന്നാണ് EDക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത്. അത് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം. അതുമാത്രമല്ല, ശ്രീജിത്ത് പണിക്കർ സാറ് ഞാൻ അഭിനന്ദിക്കാൻ. അദ്ദേഹം ചില കാര്യങ്ങൾ വസ്തുത നിരത്തി വെച്ച് അദ്ദേഹം പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഇവിടെ ഒരു FIR പോലും ഇടാതെയാണ് ED അന്വേഷണത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഒരാളിനെ അന്വേഷിക്കണമെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തതായിട്ട് കണ്ടെത്തണം, അതിൽ FIR ഇടണം, കുറ്റപത്രം തയ്യാറാക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് FIR ഇട്ടിട്ടില്ല. ഇതിൽ FIR ഇട്ടിട്ടുണ്ടോ? ED ഈ വീണ വിജയൻ്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ടോ? ഒരു കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ടോ? അല്ല, അത് അന്വേഷണം കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. അതല്ല, മാത്രമല്ല SFIയുടെ കുറ്റപത്രം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഹൈക്കോടതിയിൽ അവിടെ ഡൽഹി കോടതിയിൽ ചില നടപടിക്രമങ്ങൾ SFIയുടെ റിപ്പോർട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ വീണ വിജയന്റെ മൊഴിയുമുണ്ട്. ശ്രീ MK ഹരിദാസ്, ആ മൊഴികൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ അല്ലേ? അതിൽ സേവനത്തിന്റെ കാര്യം വീണ വിജയൻ പറഞ്ഞിട്ടേ ഇല്ല. അതുമാത്രമല്ല, ഈ പറയുന്ന കരാറുകളെ കുറിച്ചുള്ള കാര്യം അവർ സമ്മതിച്ചിരിക്കുന്നു. 2.78 കോടി രൂപയുടെ കാര്യം സമ്മതിച്ചിരിക്കുന്നു. അവരുടെ എക്സാലോജിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സോഫ്റ്റ്വെയർ രംഗത്ത് ചെയ്യുന്നത് എന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. അത് CMRൽ അവർ കൊടുത്തു എന്ന് പറയപ്പെടുന്ന സേവനങ്ങൾ ആയിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുമുള്ള സോഫ്റ്റ്വെയറുകളാണ് എക്സാലോജി കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ വീണ വിജയന്റെ മൊഴിയിൽ തന്നെ ഇതെല്ലാം സമ്മതിക്കുകയാണല്ലോ. ഈ സേവനത്തിന്റെ കാര്യത്തിൽ SFIO പറയുന്നതാണ് ശരി എന്നുള്ള കാര്യം. നോക്കൂ, ഇദ്ദേഹം എനിക്ക് മുമ്പ് സംസാരിച്ച ആളുടെ പേരെന്താണ് മഞ്ജുഷേ? നസീർ. വെമ്പായ നസീർ. അദ്ദേഹം CPMന്റെ അനുഭാവിയോ ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മുമ്പിൽ TV ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്കത് കാണാൻ പറ്റുന്നില്ല. താങ്കൾ ഈ കുറ്റപത്രം എന്ന് പറയുന്നത് ഇത് ഏറ്റവും അവസാനം കൊടുക്കുന്നതല്ലേ? കുറ്റപത്രമൊക്കെ കേസിന്റെ തുടക്കത്തിലെ ഏതെങ്കിലും അതുമാതിരി തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ആർക്ക് എന്ത് മുഖമടച്ചിട്ടുള്ള അടി കിട്ടിയെന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ മഞ്ജുഷ ചോദിച്ചതിലേക്ക് വരാട്ടാ. ഞങ്ങളൊക്കെ ഈ ഹൈക്കോടതിയുടെ വിധി ഇന്ന് TVയുടെ മുമ്പ് നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്ന് പറയാം. കാരണം എന്താണ് ഹൈക്കോടതി പറയുക? ഏതൊരു കോടതിയും ഇന്ന് വാദം കേൾക്കാൻ തയ്യാറാവുകയാണ് കോടതി. അത് തന്നെ വളരെ അപൂർവം സംഭവമാണ്. അപ്പൊ കോടതിക്ക് ഈ കൊടുത്തിട്ടുള്ള 2 കൂട്ടരും കൊടുത്തിട്ടുള്ള രേഖകൾ വെച്ചിട്ട് ഇത് അങ്ങേയറ്റം ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ്, അതും ഈ ജസ്റ്റിസ് വിജയരാഘവന്റെ ബെഞ്ചിനെ കുറിച്ചിട്ട് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. ഹൈക്കോടതിയിലെ ഏറ്റവും തിരക്കുള്ളൊരു ബെഞ്ചാണത്. കാരണം ദേവസ്വം കേസുകൾ പോലും അവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ ബെഞ്ചായിട്ട് പോലും ഇന്ന് ഒരുപാട് കേസുകൾ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ആ കേസ് കേൾക്കാൻ തയ്യാറായിട്ടുള്ളത് ആ കേസിന്റെ ഗൗരവമാണ്. അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയ തെളിവുകളുടെ എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ കേസ് കേൾക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇവിടെ മുഖമടച്ചിട്ട് എന്താണ്, ഒരു ജഡ്ജി ഒരു കേസ് കേൾക്കുന്നു, അതിന് ഇന്ന് തിങ്കളാഴ്ച, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 3 ദിവസത്തേക്ക് മാറ്റിയിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് പറയാമെന്ന് പറഞ്ഞതാണോ മുഖമടച്ചിട്ടുള്ള അടി? ആർക്ക് മുഖമടച്ചിട്ടുള്ള അടി? EDക്കോ? EDക്ക് ഇതിൽ മുഖമടച്ചിട്ടുള്ള അടി എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് താങ്കൾ പറയുന്നത്? ഞാൻ ഇടപെടുന്നത് ക്ഷമിക്കണം, ബഹുമാനായ അങ്ങ് ക്ഷമിക്കാം, ഒറ്റ സെക്കൻഡ്.
സാർ പറഞ്ഞു ഗൗരവമുള്ള കേസാണ്, സമ്മതിച്ചു. സാർ അത്രത്തോളം ഗൗരവമുള്ള കേസ് എന്തുകൊണ്ടാണ് ഇത് തുടർ നടപടികൾ പാടില്ല എന്ന് പറഞ്ഞ എന്താണ് സാർ? അതൊന്ന് സാർ ഒന്ന് എന്നാൽ അന്വേഷണം തുടരാം. CMRL-നെ അല്ലാണ്ട് വീണ വിജയന്റെ, നമ്മളിവിടെ ഈ ചർച്ച ചെയ്യുന്ന വിഷയം വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകള് ഒരു സേവനവും ഒരു കമ്പനിക്ക് നൽകാതെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ വാങ്ങിയതിന്റെ ഒരു സാങ്കത്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. CMRL എന്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അതിന് വ്യക്തമായി കോടതി തെളിവാണ് ആവശ്യം. സാർ കോടതി തെളിവാണ് ആവശ്യം, താങ്കളുടെ കയ്യിൽ സാക്ഷികളാണ് ആവശ്യം. താങ്കളുടെ കയ്യിൽ വാങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് കാണിക്കൂ. വാങ്ങി എന്നുള്ളതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം. സാർ കോടതിക്ക് ആവശ്യം തെളിവുകളാണ്, സാക്ഷികളാണ്. കോടതി ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്ന് കരുതുന്നത് കൊണ്ടാണ് ഈ കേസ് എന്താണ് നീട്ടിവെപ്പിച്ചത്. സുഹൃത്തെ, നമ്മൾ രണ്ടുപേരും മുഖാമുഖം. താങ്കൾ പറയൂ, വീണ വിജയൻ ഇത് വാങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് താങ്കൾ കൊണ്ടുവരൂ. വാങ്ങി എന്നുള്ളതിന്റെ തെളിവ് ഞാൻ കൊണ്ടുവരാം, പോരെ? അപ്പൊ ഇതിന്റെ പിടിപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസികള്, താങ്കളും ഡിക്റ്റേറ്റീവ് അല്ല, ഞാനും ഡിക്റ്റേറ്റീവ് അല്ല. ഞാനും അന്വേഷണ ഏജൻസി അല്ല, താങ്കളും അന്വേഷണ ഏജൻസി അല്ല. ഇവിടെ 27/11/24 SFIOയുടെ വളരെ വിശദമായിട്ട് 84-90 പേജ് അടങ്ങുന്ന ഒരു റിപ്പോർട്ടിൽ വീണ വിജയൻ ഈ പൈസ വാങ്ങി എന്ന് SFIOയോട് സമ്മതിച്ചതായിട്ട് നമുക്ക് ആ റിപ്പോർട്ട് വായിച്ചാൽ അറിയാം. ആരോ കേന്ദ്രത്തിലും വീണ വിജയൻ സമ്മതിച്ചു. വീണ വിജയനോട് 14 ചോദ്യങ്ങളാണ്. വെമ്പാൻ നസീർ, താങ്കൾ അല്ലല്ല, തെറ്റു പറയരുത്. വീണ വിജയൻ കൃത്യമായിട്ട് ആ 14 ചോദ്യങ്ങളുടെ ഉത്തരം നൽകിയിട്ടുണ്ട്. അതിൽ 2.78 കോടി രൂപ CMRL നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അത് സമ്മതിച്ച കാര്യമാണ്. സമ്മതിക്കാൻ രക്ഷയില്ല, കാരണം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എക്സാലോജിക്കും CMRL-ഉം കമ്പനിയും സുതാര്യമായ രീതിയിലാണ് പണമിടപാടുകൾ നടത്തിയിട്ടുള്ളത്. സുതാര്യമായ രീതിയിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. സുതാര്യമായ രീതിയിൽ പണമിടപാടുകൾ നടത്തി. അത് സംബന്ധിച്ച കേസാണ്. അത് തെറ്റായ നിയമവിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സാർ അഴിമതി കാണിച്ചു തരാൻ പറ്റുമോ? ഈ വീണ വിജയൻ അഴിമതി നടത്തിയിട്ടുണ്ട്, പറഞ്ഞ തുക വെട്ടിച്ചിട്ടുണ്ട് എന്ന് സാറിന് തെളിയിക്കാൻ പറ്റുമോ? താങ്കൾക്ക് SFIO വിശ്വാസമില്ലെങ്കിലും എനിക്ക് SFIO വിശ്വാസമില്ല. അങ്ങനെ ഇടപെടാൻ മറിച്ച് താങ്കൾക്ക് അവസരം വരും. അങ്ങനെ ഇടപെടാൻ മറിച്ച് ഞാൻ കുറേക്ക് ഞാൻ വഴങ്ങി തന്നു. താങ്കൾക്ക് SFIOയെ വിശ്വാസമില്ല. കേന്ദ്ര ഏജൻസിയാണ് ഈ SFIOയും EDയും CBIയും. കേന്ദ്ര ഏജൻസിയാണ്, ഫാസിസമാണ്. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ട്. ശ്രീ വെമ്പായൻ താങ്കൾ ഈ പറയുന്നത് ഡോക്യുമെന്റ്സ് വെക്കേണ്ട കോടതി, താങ്കൾക്ക് കോടതിയെ വിശ്വാസമുണ്ടോ? താങ്കൾക്ക് കോടതിയെ വിശ്വാസമുണ്ടോ? താങ്കൾ SFIOയെ വിടൂ, EDയെ വിടൂ. താങ്കൾക്ക് കോടതിയെ വിശ്വാസമുണ്ടോ? കോടതിയിൽ പോയിട്ട് വീണ വിജയൻ 2.78 കോടി രൂപ വാങ്ങിയെന്ന് വായ കൊണ്ട് പറഞ്ഞ കോടതി സമ്മതിക്കോ? സുഹൃത്തെ, എന്താണ് താങ്കൾ ഈ പറയുന്നത്? കോടതിക്ക് അർഹമായ രേഖകൾ ഹാജരാക്കാതെ കോടതി ഈ വിഷയത്തിൽ ഇടപെടുക? അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസുമാതിരി തുടക്കത്തിൽ തന്നെ തള്ളില്ലേ? നെഗറ്റീവ് PIL കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ കോടതിക്ക് ആവശ്യമായ രേഖകൾ ഇതിനോടൊപ്പം EDയും SFIOയും സമർപ്പിച്ചത് കൊണ്ടല്ലേ കോടതി കേസ് കേൾക്കാൻ തയ്യാറായത്. അപ്പൊ താങ്കൾ പറയുന്നത് എന്താണ്? ഒരു അന്വേഷണ ഏജൻസിയും ഒരു സെക്കൻഡ് അങ്ങ് സാർ, ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന്റെ പേരിൽ, വിവേക് എന്ന് പറയുന്ന മകന്റെ പേരിൽ ഇത്തരത്തിലുള്ള വാർത്ത ഇടയ്ക്ക് വന്ന് സാർ ശ്രദ്ധിച്ചായിരുന്നോ? സാർ ED നോട്ടീസ് അയച്ചു, SFIO നോട്ടീസ് അയച്ചു എന്ന് വിവേകിന്റെ അവസാനം അത് പച്ചക്കള്ളമാണെന്ന് പൊളിച്ചടുക്കി. ഇതുപോലെ പിണറായി വിജയന്റെ കുടുംബത്തെ വേട്ടയാടുന്നതാണ് സാർ. സാറിനെ പോലെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഹരിദാസ് സാറിനെ പോലെയുള്ളവർ ഒന്ന് കാര്യങ്ങൾ സാർ, ഇത് വേട്ടയാടലാണ് സാർ, രാഷ്ട്രീയ വേട്ടയാടലാണ്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഈഡിയുടെ വിശ്വാസ്യതക്കുറവും ഇന്ത്യയിൽ അന്വേഷിച്ച കേസുകളുടെ എണ്ണത്തെ കുറിച്ചിട്ടുള്ള എന്റെ സംശയങ്ങളൊക്കെ ഞാൻ പ്രകടിപ്പിച്ചത് കണ്ടില്ലേ? ഞാൻ ഒരാളുടെയും ചട്ടുകല്ല, ഒരാളുടെയും വായുവല്ല, ഒരാളുടെ നാവുമല്ല.
എനിക്ക് എന്റേതായ കാഴ്ചപ്പാടോട് കൂടിയിട്ട് നിലവിൽ അന്തരീക്ഷത്തിലെ SFIO എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസി ഹൈക്കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പിൽ 14 ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിങ്ങൾ പറയുന്ന ഈ വീണ വിജയൻ എന്ന് പറയുന്ന വീണ തായ്ക്കണ്ടി ഈ പൈസ വാങ്ങി എന്ന് സമ്മതിച്ചത് വിശ്വസിക്കാൻ എനിക്ക് തരമുള്ളൂ. എനിക്ക് താങ്കൾ ഇവിടെ കിടന്നിട്ട് എത്ര അലമുറയിട്ടാലും ഞാനത് വിശ്വസിക്കില്ല. സാർ ഞാൻ അതാണ് പറഞ്ഞത് സാർ, ഒരു ബിസിനസ് ആകുമ്പോ, ഒരു കച്ചവടം ആകുമ്പോ ഇടപാടുകൾ നടക്കില്ലേ സാർ? ഇടപാടുകൾ നടക്കില്ലേ? പണം ഇടപാടുകൾ നടക്കില്ലേ? സുതാര്യമായ രീതിയിലുള്ള പണം ഇടപാട് നടന്നു എന്ന് ഞാൻ പറയുന്നു. അത് വീണ വിജയന് സംബന്ധിച്ച കേസാണ്. ഒരു മിനിറ്റ്, 5 കോടിയുടെ വാർഷിക ടേൺ ഓവറിൽ ഒരു കൊച്ചു കമ്പനി നടത്തുന്ന ആളാണ് ഞാൻ. എന്റെ ഓഫീസിലുണ്ട് 4-5 കമ്പ്യൂട്ടറും അതിന് മെയിന്റനൻസ് കോൺട്രാക്റ്റും. കൃത്യമായിട്ട് 11 മാസവും 25 ദിവസവും കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് പുതുക്കാതെ ആ കമ്പനി ഒരു മെയിന്റനൻസിനും വരില്ല. എഗ്രിമെന്റ് പുതുക്കപ്പെട്ടാൽ മാത്രമേ കമ്പനികൾ വരികയുള്ളൂ. പിന്നെ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് വീണ വിജയൻ എന്ന് പറയുന്ന അവർ നടത്തുന്ന എക്സാലോജിക്കിൽ നിന്ന് എന്ത് കമ്പ്യൂട്ടറൈസ്ഡ് സേവനങ്ങളാണ് സാർ കിട്ടാൻ പോകുന്നത്? സ്കൂളുകൾക്കും കോളേജുകൾക്കും കുട്ടികളുടെ കളിപ്പാട്ട നിർമ്മാണത്തിനും ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ സാമഗ്രികളുടെ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കുന്ന, എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് ഇമോഷണൽ ആണ്, അത് വരുന്നില്ല. കമ്പ്യൂട്ടറിന്റെ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്ന വീണ വിജയന്റെ കമ്പനി എന്ത് സേവനമാണ് ശ്രീ നിസാർ ഈ CMRL എന്ന് പറയുന്ന കരിമണൽ ഒരു കമ്പനിക്ക്, കരിമണൽ ഖനനം നടത്തുന്ന ഒരു കമ്പനിക്ക് കൊടുക്കാൻ പോകുന്നത്? ശരിയാണ്. അത് തന്നെയാണ് SFIOയുടെ കണ്ടെത്തലിലും വന്നിട്ടുള്ളത്. ശ്രീജിത്ത് പണിക്കർ, അവിടെ ഈ ERP യെ കുറിച്ച് കൃത്യമായിട്ട് SFIO പറയുന്നുണ്ട്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്, ഇതിനു വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപദേശം കൊടുക്കുകയായിരുന്നുവല്ലോ വീണ വിജയൻ ചെയ്തത്. പിന്നെ എക്സാലോജിക്കിന് തന്നെ ആ ERP രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയ കരാറും കിട്ടി. പക്ഷേ 2 വർഷം ആ ചർച്ചകൾ നീണ്ടു. അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. കമ്പനി മേധാവികളുടെ യോഗം പലതവണ വിളിച്ചു കൂട്ടി. ഇതെല്ലാം വീണ വിജയന്റെ മൊഴിയാണ് കേട്ടോ, നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് പറയുന്നതല്ല. അതിൽ ശശിധരൻ കർത്തയും ആ യോഗങ്ങളിൽ ഉണ്ടായിരുന്നു. പല മൊഡ്യൂളുകളെക്കുറിച്ചും ചർച്ച ചെയ്തു. അവസാനം തീരുമാനമെടുത്തത് എക്സാലോജിക്ക് ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്യേണ്ട, വിപണിയിൽ ഉള്ള ഒരു റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ വാങ്ങിയാൽ മതി എന്നുള്ളതാണ്. അവിടെ വെച്ചാണല്ലോ എക്സാലോജിക്കിൻ്റെ ആ പ്രവർത്തനം CMRLുമായുള്ള തീർന്നത്. അപ്പോൾ തന്നെ 24 മാസത്തെ പ്രതിഫലം വാങ്ങിക്കഴിഞ്ഞിരുന്നു. 71 ലക്ഷം രൂപ ഓരോ മാസവും 3 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ, പിന്നെ ടാക്സ് എല്ലാം കിഴിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് ERP പോയി. അവിടെ അതിനുശേഷം വീണ വിജയൻ വീണ്ടും ഈ ERPക്ക് വേണ്ടിയുള്ള അഡ്വൈസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ ഈ SFIO പറഞ്ഞത് എന്ത് സേവനമാണെന്ന്. പിന്നെ പവർ ബിൽഡറാണ് അവിടെ സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് CMRLിൽ. വീണ വിജയൻ അവിടുത്തെ കരാർ നിർത്തി പോകുന്ന സമയത്തും അതേ സോഫ്റ്റ്വെയർ തന്നെയാണ് അവിടെ ഉപയോഗിച്ച് വന്നിരുന്നത്. ഇതും വീണ വിജയന്റെ മൊഴിയാണ് കേട്ടോ. ശ്രീ മഞ്ജുഷ്, ഇവിടെ ശ്രീ വെമ്പായം നസീർ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ കക്ഷി എന്നത്, ഇന്ന് ഹൈക്കോടതി പരിഗണിച്ച കേസിലെ കക്ഷി എന്ന് പറയുന്നത് CMRLാണ്. അതിൽ വീണയില്ല. വീണയുമായിട്ട് ഇന്നത്തെ തീരുമാനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അവർ കൊടുത്തിരിക്കുന്ന കേസ് വെള്ളിയാഴ്ച തീർപ്പാക്കാം, അതുവരെ നടപടികൾ എടുക്കേണ്ടതില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് കോടതി ഇതേപോലെ തന്നെ EDയുടെ അഭിഭാഷകനോട് ചോദിക്കുകയാണ്, വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യരുതോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇത് ഈ ആപ്ലിക്കൻ്റ് ആയിട്ടുള്ള കമ്പനിക്ക് മാത്രമല്ലേ ബാധകമായിട്ടുള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്ത് അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ താങ്കളിപ്പോൾ CMRLനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്, അതോ വീണയെ ന്യായീകരിക്കാനാണോ ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ച് താങ്കൾ തന്നെ സ്വയം ചിന്തിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കമ്പനി വേറൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തതിന് ശേഷം അവർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ കമ്പനിയിലുള്ള സ്റ്റാഫിന് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം. SFIOയുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് വീണയുടെ കമ്പനിയിലുള്ള സ്റ്റാഫിനെ ചോദ്യം ചെയ്തതിന് ശേഷം SFIO അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയുള്ള കമ്പനിയിലെ സ്റ്റാഫുകളുടെ പേര് സഹിതം പറഞ്ഞിട്ട് അവരവിടെ ജോലി ചെയ്തിരുന്ന കാലത്തൊന്നും, അതായത് ഇതെല്ലാം ഈ എൻഗേജ്മെന്റ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ്, അവർക്ക് ആർക്കും തന്നെ ഇങ്ങനെ ഒരു കമ്പനിയുടെ പേര് പോലും അറിയില്ല എന്നാണ്.
നമ്മൾ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ പേരറിയണം, പക്ഷേ ആ ക്ലയൻറ്റിൻ്റെ പേരറിയില്ല, അവർക്ക് എന്ത് തരത്തിലുള്ള സേവനമാണ് കൊടുത്തിരിക്കുന്നത് എന്നറിയില്ല. അത്തരത്തിലുള്ള ഒരു എൻഗേജ്മെൻറ്റിലും ആ കമ്പനിയിലുള്ള എംപ്ലോയീസ് ഒന്നും തന്നെ അംഗമായിട്ടില്ല അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റിലും എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് SFIO വളരെ കൃത്യമായിട്ട് അവരുടെ പേര് സഹിതം വെച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വിഖ്യാതമായിട്ട് ശ്രീ അരുൺകുമാർ CPM നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട്, വളരെ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതേ കാര്യം തന്നെയാണ് വീണയും പറയുന്നത്. അതായത് പവർ ബിൽഡർ ഉണ്ട്, ടാലി ഉണ്ട്, MS ഓഫീസ് ഉണ്ട്, ഈ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ശ്രീ നസീറിനെ അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊന്നും തന്നെ മെയിൻ്റെനൻസ് ഒന്നും തന്നെ ഈ രീതിയിലത്തേക്ക് പണം കൊടുത്ത് വാങ്ങേണ്ടുന്ന ആവശ്യമില്ല. മിക്കതും വൺ ടൈം പർച്ചേസ് അല്ലെങ്കിൽ ഓൺ എ റെക്കറിംഗ് ബേസിസ് നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസോടുകൂടി എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതിന് യാതൊരു വിധത്തിലുള്ള ഇതിന് പുറമെയുള്ള പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യവും ഇല്ലാത്ത കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് 2.25 കോടി രൂപ ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. അതാണ് ഒരു കാര്യം. ഇനി മറ്റൊന്ന് ERP സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അഡ്വൈസറി ആൻഡ് കൺസൾട്ടിങ് സർവീസസ് നൽകി എന്നതാണ് വീണയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ സൂക്ഷിക്കണം, ഏത് സെർവറിൽ ഇതിനെ അപ്ഡേറ്റ് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ റെസിഡൻഷ്യൽ ഓഫീസസിലൊക്കെ താൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് വീണ പറയുന്നത്. അതായത് ഈ അഡ്വൈസാണ് കൊടുത്തിരിക്കുന്നത്. ഈ അഡ്വൈസ് കൊടുക്കുന്നതിനാണോ റീറ്റെയിലർഷിപ്പ് ബേസിസിൽ ഇവർക്ക് 2.25 കോടി രൂപ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം. അതായത് നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ സർവീസിന് ആനുപാതികമായിട്ടുള്ള ഒരു പേയ്മെന്റ് ആണ് വരിക. എക്സാലോജിക്ക് ഒന്നും ചെയ്തിട്ടില്ല. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ്, ഈ CMRലുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഏതാണ്ട് 90-ൽ പരം ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ്ട് എല്ലാം ഈ ഇൻവോയ്സ് റേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതല്ലാതെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല. അല്ല, അതിന് വീണ നൽകിയിരിക്കുന്ന മറുപടി എല്ലാം 1-to-1 ഇന്ററാക്ഷൻ ആയിരുന്നു. ഒന്നുകിൽ ശശിധരൻ കർത്തയുടെ വീട്ടിൽ വെച്ച് കമ്പനി മേധാവികളുടെ യോഗം, അല്ലെങ്കിൽ MDയുമായിട്ടുള്ള യോഗം, അതല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് നടത്തും. അവിടെ അങ്ങനെ ഒരു പതിവില്ല എന്നാണ്, ഈ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാണ്. അല്ല, അത് തന്നെ കാണിക്കുന്നത് ഫ്രോഡാണ്. കാരണം രണ്ട് കമ്പനികൾ തമ്മിൽ ഇത്രയും വലിയ ഒരു എമൗണ്ടിന്റെ ആക്റ്റീവായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇമെയിൽ വഴി അവർ കറസ്പോണ്ട് ചെയ്തിരിക്കുന്നത് മുഴുവനും ഈ ഇൻവോയ്സ് റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതായത് പ്രതിഫലത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം, ഓരോ മാസവും ഇൻവോയ്സ് റൈസ് ചെയ്യുന്നു. എക്സാക്ട്ലി. ഞാൻ പറയുന്നത് ഇതിനെ നമ്മൾ ലെജിറ്റിമേറ്റ് ആണ് എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനെ നമ്മൾ എങ്ങനെ വേറെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷന് നമ്മൾ പറയുന്ന കുറേയധികം പാരാമീറ്റേഴ്സ് അല്ലേ. അതായത് ഇവിടെ സേവനങ്ങളൊന്നും തന്നെ നൽകുന്നില്ല, ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിലത്തേക്കുള്ള പണം വാങ്ങുന്നുണ്ട്, അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് അല്ല അവർ ചാർജ് ചെയ്തിരിക്കുന്നത്, ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ കറസ്പോണ്ടൻസ് ഒന്നും തന്നെ ഇല്ല, എന്തെങ്കിലും കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിൽ അത് പണം റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്, അതല്ലാതെ അവിടുത്തെ ആക്റ്റീവായിട്ടുള്ള പ്രോജക്റ്റ് എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് ഇല്ല, അവിടെയുള്ള എംപ്ലോയീസിന് ഇത്തരത്തിലുള്ള ഒരു കമ്പനിയെ പറ്റി കേട്ടറിവ് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സർവീസസ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ തന്നെ പറയുന്നത്, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലയന്റ് എന്ന് പറയുന്നത് CMRലാണ്. എക്സാലോജിക് എന്ന് പറയുന്നത് എന്താണ്, ഈ സ്കൂൾ കോളേജ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഇ ലേണിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നാണ് വെപ്പ്. അങ്ങനെയുള്ള ഒരു കമ്പനി ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിക്ക് എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് കൊടുക്കുക? അത് മാത്രമല്ല, 2017, 2018, 2019 ഈ 2 സാമ്പത്തിക വർഷവുമായിരുന്നു പ്രധാനമായിട്ടും പ്രതിഫലം കിട്ടിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരു വർഷം 2017-18 1 കോടിയുടെ ടേൺ ഓവർ വന്നു. അടുത്ത സാമ്പത്തിക വർഷം 1,11,00,000 വന്നു. അതിനു മുൻപും പിൻപുമുള്ള വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിസാരമായ ലക്ഷങ്ങളിൽ പോലും എത്താത്ത രീതിയിലുള്ള ടേൺ ഓവർ ആയിരുന്നു എക്സാലോജിക്കിന്റെ. 2021 തുടക്കത്തിൽ തന്നെ കമ്പനിയും നിർത്തി. അതെ, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ വെമ്പായം നസീർ അറിയേണ്ടത്, ഈ മീറ്റിംഗ്സുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ ശ്രീ മഞ്ജുഷ പറഞ്ഞില്ലേ, ചില മീറ്റിംഗ്സ് ഇൻ പേഴ്സൺ ആയിട്ട് മാത്രമേ നടത്തിയിട്ടുള്ളൂ, അല്ലാതെ ഇമെയിൽ കറസ്പോണ്ടൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അവർ തന്നെ അതിൽ പറയുന്നുണ്ട്, പേഴ്സൺ ടു പേഴ്സൺ മീറ്റിംഗ് ആയതുകൊണ്ട് ദർ വാസ് നോ റെക്കോർഡ് ഓഫ് ദീസ് മീറ്റിംഗ്സ്. അതായത് അങ്ങനെ മീറ്റിംഗ് നടന്നതായിട്ടുള്ള റെക്കോർഡ്സ് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ എങ്ങനെയാണ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് പോലും അതുമായി ബന്ധപ്പെട്ട ഒരു കറസ്പോണ്ടൻസ് ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഔട്ട്ലുക്ക് ഒക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഔട്ട്ലുക്ക് ആണെങ്കിലോ ടീംസോ എന്ത് സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഈ ടൈം ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്യില്ലേ? അത്തരം കാര്യങ്ങൾ പോലും ഇവിടെ ഇല്ല. അതിന് അവസാനം വീണയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ശ്രീ നസീർ മനസ്സിലാക്കേണ്ടതാണ്. ഐ ഡു നോട്ട് ഹാവ് എനി അതർ ഡോക്യുമെന്ററി എവിഡൻസ്. ഇത് വീണയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ഡു നോട്ട് ഹാവ് എനി ഡോക്യുമെന്ററി എവിഡൻസ്. ന്യായീകരണം എന്ന് പറയുന്നത് ഈ കമ്പനി അങ്ങനെ ഒരു പതിവില്ല ഈ കമ്പനിക്ക് എന്നുള്ളതാണ്. അവർ അതുകൊണ്ടാണ് നമ്മൾ അതിനെ തട്ടിപ്പെന്ന് പറയാം. ഞാൻ പറയുന്നത് മഞ്ജുഷേ, നമ്മൾ ഒരു കമ്പനി ന്യായമായി പ്രവർത്തിക്കുന്നതാണോ ഫ്രോഡുലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണോ എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്യും? ഫ്രോഡുലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുക.
അപ്പോൾ ഈ എക്സാലോജിക്കിനും ഇതേപോലെ തന്നെയാണ് അവരുടെ എൻഗേജ്മെന്റുകളെല്ലാം. അവർക്ക് കാണിക്കാനായിട്ട് ഡോക്യുമെന്ററി എവിഡൻസസ് ഒന്നുമില്ല, ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്കും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം അങ്ങനെ കീപ്പ് ചെയ്യാനായിട്ടുള്ള റെക്കോർഡ്സ് അവർക്ക് ഉണ്ടായിരുന്നില്ല, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ചെറുതോ വലുതോ ആയിട്ടുള്ള ഏത് കമ്പനികളും വേറൊരു ക്ലയന്റുമായിട്ടുള്ള ഏതൊരു എൻഗേജ്മെന്റ് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള ഇമെയിൽ എക്സ്ചേഞ്ചസ് ഉണ്ടാവും. മറ്റൊരു കാര്യം, നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ വരുന്ന കമന്റ്സ് ഒക്കെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ CPM അനുഭാവികളായ ആളുകളൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, വലിയ കമ്പനികളിലൊക്കെ ഈ ഉപദേശക എന്നുള്ള ജോലിയിൽ ഉള്ള ആളുകൾക്ക് ഇത്രയും വലിയ സാലറി കിട്ടാറുണ്ട്. അവർ ഡേ ടു ഡേ കാര്യങ്ങളിൽ ഇടപെടാറില്ല, ഉപദേശം കൊടുക്കുന്നു, കൺസൾട്ടന്റായി ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ന്യായീകരണം. അങ്ങനെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് CMRL എന്ന് പറയുന്നത് KSIDCക്ക് 13% മുകളിൽ സ്റ്റേക്ക് ഉള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയാവുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെയുള്ള ഒരു കമ്പനി, വലിയ എമൗണ്ട് ട്രാൻസാക്ഷൻസ് ഉള്ള ഒരു കമ്പനി, അവരുടേതായിട്ടുള്ള ഒരു IT കൺസൾട്ടന്റ് ആയിട്ട് ഒരു കമ്പനി ഓഫ് റെപ്യൂട്ടിനെ ആയിരിക്കത്തില്ലേ വെക്കുക. അതായത് അവർക്ക് ഇത്രയും പണം എന്തായാലും അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ എങ്ങനെയാണ് ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അവർ ഐഡന്റിഫൈ ചെയ്തത്? എന്ത് തരത്തിലുള്ള പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിലാണ് അത് അവർ എടുത്തത്? വേറെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള വേറെ കമ്പനികൾ ഉണ്ടായിരുന്നില്ലേ? ഇവരുടെ കോമ്പീറ്റൻസി എന്താണ്? അങ്ങനെ ഒരു ചോദ്യമില്ലേ? വേറെ ബോർഡിന്റെ അംഗീകാരമില്ല. ഇവർ ഇതേപോലെ തന്നെ വലിയ പ്രോജക്റ്റ് നേരത്തെ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു വലിയ കമ്പനിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് പോലും അവർക്കില്ല. അവർ വർക്ക് ചെയ്യുന്നത് സ്കൂൾ കോളേജ് സോഫ്റ്റ്വെയർ ആണ്. സ്കൂൾ കോളേജ് സോഫ്റ്റ്വെയർ വെക്കുന്ന ഒരു കമ്പനി ഈ റിട്ടൈലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ബിഡ് വിൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്, ആ കമ്പനിയിൽ എത്രത്തോളം എംപ്ലോയീസ് ഉണ്ട്, ഇതൊക്കെ തന്നെ സാധാരണ ഒരു ക്ലയന്റിനെ അല്ലെങ്കിൽ ഒരു വെണ്ടറിനെ എടുക്കുന്ന സമയത്ത് ഒരു കമ്പനിയുടെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കാര്യങ്ങളല്ലേ. അതൊന്നും തന്നെ പരിഗണിക്കാതെ ഈ കേട്ടിട്ട് പോലും ഇല്ലാത്ത എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇത് എങ്ങനെ ഗ്രാൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ളിടത്താണ് ഈ ബന്ധുത്വവും മറ്റു കാര്യങ്ങളും. തുടർന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട നോ എവിഡൻസ്, എൻ്റെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ല എന്ന് അവർ തന്നെ പറയേണ്ടത് ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇവർ സ്കൂൾ കോളേജുകളുമായി ബന്ധപ്പെട്ട് അവർ സോഫ്റ്റ്വെയർ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അത് ആർക്കെങ്കിലും അവർ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അവിടെ ഈ തരത്തിലുള്ള കണക്ഷൻസ് ഒന്നുമില്ലേ? ഒരു തരത്തിലുള്ള ഇമെയിലിലും അവർ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? ഉണ്ടാകും. ഇവിടെ അത് ഇല്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻസികൾ സംശയിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ SFIO കണ്ടെത്തിയിരിക്കുന്നത് പോലെ തന്നെ ആ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ഫേക്ക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിരുന്നു. പണം അങ്ങോട്ട് സൈഫൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എൻഗേജ്മെന്റ് ആയിരുന്നു. അതല്ലാതെ ഇവിടെ ആക്റ്റീവായിട്ടുള്ള സർവീസസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീണയ്ക്ക് പോലും ഒരു ഇമെയിൽ പോലും അതുമായി ബന്ധപ്പെട്ട് കാണിക്കാൻ കഴിയാത്തത്. ഞാൻ പറഞ്ഞു, ഒരൊറ്റ ഇമെയിൽ നിങ്ങൾക്ക് കാണിക്കാൻ ഒന്നുമില്ലായിരുന്നു. ആകെ ഇമെയിലുകൾ ഉണ്ടായിരുന്നത് ശ്രീ വെമ്പായ നസീർ, താങ്കൾ ശ്രദ്ധിക്കുക, ഈ ഇൻവോയ്സുകൾ, അതായത് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി ഓരോ മാസവും ഇൻവോയ്സ് റേസ് ചെയ്യുമല്ലോ, അത് എക്സാലോജിക്കിനും വീണ വിജയനും. ഈ ഇൻവോയ്സ് ഒരു കാര്യം കൂടിയുണ്ട്. അതായത് വീണ വിജയൻ്റെത് ഇത്രത്തോളം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി സ്ഥാപനമായിരുന്നുവെങ്കിൽ SFIO അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മറ്റേതൊക്കെ കമ്പനികൾക്ക് സിമിലർ ആയിട്ടുള്ള കൺസൾട്ടൻസി മാർക്കറ്റിംഗ് സർവീസസ് കൊടുത്തിട്ടുണ്ട്? അതിനവർ പറഞ്ഞിരിക്കുന്ന മറുപടി നൺ അപ്പാർട്ട് ഫ്രം CMRL എന്നുള്ള ഒരു കമ്പനി അല്ലാതെ മറ്റൊരു കമ്പനിക്കും മാർക്കറ്റിംഗ് സർവീസസോ കൺസൾട്ടൻസി സർവീസസോ അവർ പ്രൊവൈഡ് ചെയ്ത ചരിത്രവുമില്ല. അപ്പൊ തന്നെ അറിയാമല്ലോ ഇത് എന്ത് തരത്തിലുള്ള എൻഗേജ്മെന്റ് ആണ് എന്ന്. ശ്രീ നസീറിന് മാത്രമേ ഇതിനെ ന്യായീകരിക്കാൻ കഴിയൂ. ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ഇതുവരെയുള്ള അന്വേഷണങ്ങൾ അങ്ങനെയാണ്. അത് മാത്രമല്ല അവരുടെ മൊഴിയും ആ രീതിയിൽ തന്നെയാണ്. അല്ലെങ്കിൽ മൊഴിയുടെ സമയത്ത്, ചോദ്യം ചെയ്യലിന്റെ സമയത്ത് അവർക്ക് തെളിവുകൾ നൽകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു വേട്ടയാടുകയാണ് എന്ന്. ഇത് വേട്ടയാടലല്ല. ഇത് സത്യത്തിൽ ഹരിദാസ് സാറിനും അതുപോലെ നമ്മുടെ പണിക്കർ സാറിനൊക്കെ യഥാർത്ഥത്തിൽ എൻ്റെ ചില കാര്യങ്ങൾ അറിയാം. ചില കാര്യങ്ങൾ അവർ മറച്ചു വയ്ക്കുകയാണ്. പക്ഷേ അവരുടെ സംസാരത്തിൽ അതൊന്ന് ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ അകത്തായാലും പുറത്തായാലും വലിയ കമ്പനികൾക്ക് പ്രശസ്തരായ ആൾക്കാരെ പരസ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. അത് നമുക്കറിയാം. അപ്പോൾ സിനിമാ നടന്മാരെ, ആർട്ടിസ്റ്റുകളെയും വലിയ വലിയ ആൾക്കാരെയും സെലിബ്രിറ്റികളെയൊക്കെ കമ്പനികളിൽ വെക്കാറുണ്ട്. അതിന് അഡ്വൈസറി ബോർഡെന്ന് പറയും. നമുക്കറിയാം അഡ്വൈസറി ബോർഡ്. ചിലപ്പോൾ വലിയ മന്ത്രിമാരുടെയും അതുപോലെ MP-മാരുടെയും MLA-യുടെയും മുഖ്യമന്ത്രിയുടെയും മക്കളുടെയും വയ്ക്കും. കാര്യം കമ്പനിക്ക് അത് വലിയൊരു മൈലേജാണ്, വലിയ പരസ്യമാണ്. അത് ഞാൻ നേരത്തെ പൊതുമേഖലാ പങ്കാളിത്തമുള്ളതാണ് കേട്ടോ. അങ്ങനെ അതെ ഞാൻ പറഞ്ഞു വരുന്നത് അഡ്വൈസറി ബോർഡ് ഇതങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതുവരെ ഉദ്ദിഷ്ട കാര്യത്തിന് അഡ്വൈസറി ബോർഡ് സമ്മതിക്കുകയാണ്. ഞാൻ പറഞ്ഞു സമ്മതിക്കുന്നില്ല. അഡ്വൈസറി ബോർഡിൽ പെട്ടുപോയാൽ പക്ഷേ അതിനകത്തുള്ള ഉദ്യോഗസ്ഥർ ചിലപ്പോൾ അഴിമതി കാണിക്കണമെങ്കിൽ മനസ്സിലായി, നമുക്ക് അഡ്വൈസറി ബോർഡിന് അവർക്ക് സമാധാനം പറയാൻ കഴിയില്ല.
അപ്പൊ ഉദ്യോഗസ്ഥരുടെ തലത്തിൽ കളിച്ചിട്ട് വീണ വിജയന്റെ തലയിൽ വെച്ചു കൊടുക്കുക എന്നുള്ള ഇതൊക്കെ രാഷ്ട്രീയ അത് അന്വേഷിക്കണം. അതാണ് അന്വേഷിക്കണം. ബോർഡിന്റെ അംഗീകാരം പോലും ഉണ്ടായിരുന്നില്ല. അഡ്വൈസറി ബോർഡും ചിലപ്പോൾ അറിയണമെന്നില്ല ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർ കളിക്കുന്നത്. അത് പോട്ടെ. അവസാനം സമാധാനം പറയുന്നവരാണ് ഈ പരസ്യം. ഒരു വർഷം മുമ്പ് ഈ പരസ്യത്തിൽ അഭിനയിച്ച ഏതൊരു ആർട്ടിസ്റ്റ് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും പറഞ്ഞ് ഒരു കോടതി വിധി നമുക്കറിയാം. എന്തോ വാങ്ങിച്ച് തേച്ച അവസാനം എന്താ പ്രശ്നം ഉണ്ടായതൊക്കെ പറഞ്ഞ് പരസ്യത്തിൽ നിങ്ങളെ പരസ്യം കണ്ടാണ് ഞാൻ വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് അവസാനം ആർട്ടിസ്റ്റിനെ ഇവിടെ കേസായി. അപ്പം ഞാനത് ചില സാമ്പിൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഹരിദാസ് സാറിനോടും മഞ്ജുഷിനോടും പണിക്കർ സാറിനോടും ഞാൻ ചോദിക്കുന്നു, സാർ നമ്മൾ വിട്ടുപോയ ഒരു കേസുണ്ട്, ഒരാളിൻ്റെ പേര്. ഈ കേസിൻ്റെ നടത്തിപ്പുകാരൻ ആരാണ് സാർ? ഈ കേസിൻ്റെ ഈ വീണ വിജയനെ കേസിലൊന്ന് പെടുത്തുക എന്നും പറഞ്ഞ് വെറുതെ നോറ്റ് 40 നോമ്പും പിടിച്ച് നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് നിങ്ങൾക്ക് പറയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം എങ്ങനെ കുരുക്കുക. അത് ഇന്നും തന്നെ തുടങ്ങിയതല്ല, 2-3 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഷോൺ ജോർജ് ആരാ? ഒന്നാം തരം BJP-കാരൻ. BJP ജനപക്ഷമായിരുന്നപ്പോൾ കേസ് കേട്ടോ സാർ. ഷോൺ ജോർജ് ഈ കേസിനെ നടത്തി ഷോൺ ജോർജിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നുണ്ട്. ഇന്ന് ഈ കേസിനെ കുറിച്ച് അദ്ദേഹം TV-യിൽ അദ്ദേഹം വസ്തുക്കൾ വെച്ചാണ് കാര്യങ്ങൾ. അതെ, അപ്പൊ പിന്നിൽ അദ്ദേഹം നിയന്ത്രിക്കുന്നത് ഈ കേസിനെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് ഈ കേസ് നടത്തിക്ക സാർ ഞാൻ പറഞ്ഞുതരാം. ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് ഈ ഷോൺ ജോർജ് പറഞ്ഞ് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. ഏത് വിധേനയും ഈ പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും കുരുക്കിയിരിക്കും, കോടതി മുഖാന്തരം തന്നെ കുരുക്കും എന്ന് പറയുന്ന ഷോൺ ജോർജിന്റെ പ്രസ്താവന ഒരു ബൈറ്റ് ഉണ്ട് സാർ. ഷോൺ ജോർജാണ് സാർ. അതും പോട്ടെ സാർ. ഇന്ന് നമുക്കറിയാം ഈ CMRന്റെ അഡ്വക്കേറ്റ് സിദ്ധാർത്ഥ് ലോത്ര എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും പേര് കേട്ട പ്രഗത്ഭരായ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം പറഞ്ഞെന്താണ്? പണം ഇടപാട് നടന്നിട്ടുണ്ട്, പക്ഷേ കള്ളപ്പണം നടന്നിട്ടില്ല, പൂഴ്ത്തിവെപ്പ് മറ്റു നടന്നിട്ടില്ല, മറ്റേ ക്രിമിനൽ സ്വഭാവത്തിൻ്റെ ഒന്നും ഇതിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം ഗൗരവത്തിലെടുക്കാൻ കഴിയില്ല, നീട്ടിവെക്കണമെന്ന് ഇന്ന് മണിക്കൂറോളം വാദിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഇഡിക്ക് വേണ്ടി ഹാജരായത് ആരാണ്? ഇഡിക്ക് വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ സാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരാളാണ് ഇഡിക്ക് വേണ്ടി. ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി വാദിച്ചു. അവസാനം എന്താണ് ഇന്ന് വിധി വന്നത്? ഇന്ന് എന്താണ്? വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ പാടില്ല. ഈ സുന്ദരേശൻ വാദിച്ചെങ്ങനെയാണ്? 1 സെക്കൻഡ് പോലും ഷോൺ ജോർജിന്റെ കാര്യം പ്രധാനപ്പെട്ടതാണല്ലോ. അതാണല്ലോ ഈ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയുന്നത്. അതാണ് ഞാൻ നോക്കൂ ശ്രീ വെമ്പായി നസീർ, താങ്കള് ആരെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്? കാരണഭൂതൻ, അടുത്തു പോയാൽ കരിഞ്ഞു പോകുന്ന സൂര്യപ്രഭയുള്ള മനുഷ്യൻ, അതുപോലെ തന്നെ വടിവാളുകൾ തട്ടിമാറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം കോളേജുകളിൽ അവസാനിപ്പിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. 2 കൈയും കൂട്ടിയിടിച്ച് ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ശത്രുക്കളെ തുരുത്തുന്ന ഒരു വ്യക്തി, 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തി. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് താങ്കൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ മനസ്സിലൊക്കെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഒരു ഹിമാലയമാണ് രാഷ്ട്രീയത്തിൽ. അത് തെറ്റാണ്. അത്തരത്തിലുള്ള ഒരു വൻമലയെ നേരിടാൻ കേവലം ഒരു ഷോൺ ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് വഴങ്ങുന്ന നീതിന്യായ സംവിധാനങ്ങളാണോ എന്റെ വെമ്പായ നസീർ ഈ കേരളത്തിൽ ക്ഷമിക്കണം നമ്മുടെ ഇന്ത്യയിലുള്ളത്? എന്തൊരു അബദ്ധജടിലമായ കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. ഒരു ഷോൺ ജോർജ് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം രാഷ്ട്രീയത്തിലെ നമ്മൾ പറയില്ലേ വ്യക്തിപ്രാഭവമുള്ള ഒരു വ്യക്തി, നിങ്ങൾ തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. ആയിരങ്ങൾ വളഞ്ഞു നിന്നാണ് കൈകൊട്ടിക്കളി നടത്തിയിട്ട് കാരണഭൂതൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത്. അത്തരത്തിലുള്ളൊരു വ്യക്തിയെ ഒരു ഷോൺ ജോർജും അദ്ദേഹത്തിന്റെ അപ്പനും വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ കോടതികളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിധികൾ സമ്പാദിച്ചുകൊണ്ട് വീണ വിജയനെയും പിണറായി വിജയനെയും ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് താങ്കള് ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ സംഗതിയുടെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കാതെയാണ്. ശ്രീ വെമ്പായ നസീർ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക.
കഴിഞ്ഞ 2-2.5 കൊല്ലമായി ഞാനൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഈ മഞ്ജുഷിന്റെ കൂടെ ശ്രീജിത്ത് പണിക്കരും കൂടെ ഉണ്ടാകും. എന്താണെന്നറിയോ, ഒരു പേപ്പർ എടുത്ത് പുറത്തിട്ടാൽ മതി, ഞാനും CMRL തമ്മിലുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ എക്സാ ജോലിക്കും ഞാനും തമ്മിലുള്ള എഗ്രിമെന്റ് ഇതാ പുറത്ത് കിടക്കുന്നു, ഈ എഗ്രിമെന്റ് പ്രകാരമാണ് ഞാൻ പണം മേടിച്ചത് എന്ന് ഈ വീണ വിജയൻ എന്ന് പറഞ്ഞവർ പറഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമേ ഉള്ളൂ. ഈ അല്ലാതെ യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. അത്തരത്തിലുള്ള ഒരു കടലാസ് കഷ്ണം കാണിക്കാനില്ലാതെ ഈ വന്നിരുന്ന് പറയുന്ന ന്യായീകരണമുണ്ടല്ലോ, ഇതാണ് പിണറായി വിജയന്റെയും മകളുടെയും ശക്തി. താങ്കളെ പോലുള്ള നിഷ്കളങ്കരായ ആളുകൾ അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് TV ചാനലിലായാലും നാട്ടിൻപുറങ്ങളിലായാലും 10 പേർ കൂടുന്നിടത്തായാലും ഉണ്ട് എന്നുള്ളതാണ് ശ്രീ പിണറായി വിജയനും മകളും ഇത്തരത്തിലുള്ള നിഗൂഢമായ മാർഗങ്ങളുടെ പണസമ്പാദനത്തിന് തുനിയുന്നത് എന്നുള്ളത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. ഇതിലെ ഒരു കോടതിക്കും പിണറായി വിജയനെയും മകളെയും വെറുതെ ശിക്ഷിക്കണമെന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ താങ്കൾ ഇപ്പൊ പറഞ്ഞു സിദ്ധാർത്ഥ ലൂത്ര എന്ന് പറയുന്ന ആള്, സിദ്ധാർത്ഥ ലൂത്ര ആർക്ക് വേണ്ടിയിട്ട് ഹാജരായതാ? പിന്നെ EDക്കും അതുമായി തന്നെ SFIOക്കും വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് മറ്റേ സോളിസിറ്റർ ജനറൽ ഹാജരാകാൻ പറ്റാത്തത് അവരൊക്കെ തന്നെയല്ലേ ഹാജരാവേണ്ടത്? അത് കേന്ദ്രത്തിന്റെ ആൾക്കാരല്ലേ? ഇവിടെയുള്ള കൗൺസില് ഒരു പക്ഷെ ഇന്ന് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ആ കൗൺസില് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരാവേണ്ട കൗൺസിൽ വാദിച്ചാൽ ശരിയാകില്ലെന്ന് തോന്നിയിരിക്കാം. നിങ്ങൾ 3 കൊലപാതക കേസ് ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് CBI അന്വേഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് 3.5 കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടപ്പെടുത്തിയവരാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണവും എന്ന് മനസ്സിലാക്കണം. അപ്പോ നാളെ CMRLന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ EDക്ക് വേണ്ടിയിട്ടോ ഇന്ന വക്കീൽ വന്നു നിന്ന് വാദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രശ്നത്തെ ലഘൂകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമാണ്. തെളിവുകളുടെ അഭാവത്തിലല്ലാണ്ട് ഒരു കോടതിയും ഇവിടെ ഒരാളെയും ശിക്ഷിച്ചിട്ടില്ല. താങ്കളൊരു കാര്യം മനസ്സിലാക്കണം, കേരള ഹൈക്കോടതിയിൽ നിന്ന് MV ജയരാജനെ ശുംഭനന്ദ പ്രയോഗത്തിൽ ശിക്ഷിച്ചു. എന്ത്? കോടതി ലക്ഷ്യത്തിന് വേണ്ടി 1 മാസം ജയിലിൽ കിടക്കാൻ പറഞ്ഞു. പക്ഷെ ജാമ്യം അനുവദിച്ചില്ല. സുപ്രീം കോടതി ചോദിച്ചത് എന്താണെന്നറിയോ? കേരളത്തിലെ ഹൈക്കോടതി ഭരണഘടനാ കോടതി അല്ലേ എന്നാണ് ചോദിച്ചത്. കാരണം അവിടെ ജാമ്യത്തിന് ഈ MV ജയരാജന് അർഹതയുണ്ടായിട്ടും അത് നൽകാത്ത കേരള ഹൈക്കോടതിയെ സുപ്രീം കോടതി ശാസിച്ച രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇവിടുത്തെ നീതി നിയമ സംവിധാനങ്ങൾ സുതാര്യമാണ്. ആ നീതി നിയമ സംവിധാനങ്ങളിൽ കൃത്യമായിട്ട് രേഖകൾ ഹാജരാക്കാതെ ഒരാളെയും ഒരു കേസിലും കൊടുക്കാൻ പറ്റില്ല. ഇവിടെ വീണ വിജയന് എതിരായിട്ട് അല്ലെങ്കിൽ വീണ തായ്ക്കണ്ടിക്ക് എതിരായിട്ട് ഹാജരാക്കപ്പെട്ട രേഖകളിൽ വീണ തായ്ക്കണ്ടി ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. പക്ഷെ താങ്കളൊന്നും ബേജാറാവണ്ട, ഈ കേസിലെ രാഷ്ട്രീയ അന്തർധാര വളരെയധികം രൂപപ്പെടും. അതിനുള്ള കരുക്കളൊക്കെ ഇപ്പൊ തന്നെ നീക്കിയിട്ടുണ്ടാവും. ED ഒക്കെ അവസാന നിമിഷത്തിൽ ഈ കേസിൽ നിന്ന് ശരി ശരി ശ്രീജിത്ത് പണിക്കർ ഇനിയിപ്പോൾ ഈ 4 ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കും കാണാൻ സാധിക്കും. അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂറില്ലാത്ത ഞങ്ങളെ പോലുള്ളവര്. ശരി ശ്രീജിത്ത് പണിക്കർ, ഇനിയിപ്പോൾ ഈ 4 ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ED കഴിഞ്ഞ ദിവസം അനുകൂലമായിട്ടൊരു ഉത്തരവ് കിട്ടി മിന്നൽ നീക്കമായിരുന്നു നടത്തിയത്, റെയ്ഡ് ഉൾപ്പെടെ പോയിരുന്നു. ഇപ്പോൾ EDക്ക് മുന്നിൽ 4 ദിവസമുണ്ട്, ചൊവ്വ ബുധൻ വ്യാഴം, ഇന്നുൾപ്പെടെ EDക്ക് പ്രവർത്തിക്കാം. അത് വീണ വിജയനെതിരെയുള്ള നടപടികളും തുടരാം. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ED പോകാൻ സാധ്യതയുള്ളതായി താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? അതോ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടിയിട്ടേ അടുത്ത നടപടികളിലേക്ക് പോകൂ എന്നുള്ളതാണോ? അല്ല, അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വീണയുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടർന്ന് പോകുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. ED തന്നെ ആദ്യം റെയ്ഡുകൾ നടത്തിയിരുന്ന സമയത്ത് അവരതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പിടിച്ചെടുക്കുന്നു. ഇനി അതിൻ്റെ ഫർദറായിട്ടുള്ള മറ്റ് അന്വേഷണങ്ങളും നടപടികളും വെരിഫിക്കേഷനും ഒക്കെ തന്നെ നടക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് വീണ്ടും അവരുടെ പ്രമിസസിലേക്കൊക്കെ പോകേണ്ടുന്ന ആവശ്യം ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല. അതല്ലാതെ അവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നടപടികളൊക്കെ തന്നെ എന്തായാലും അടുത്ത ദിവസങ്ങളിലും തുടർന്നു പോകാനുള്ള സാധ്യതയാണ്. ഫൈനലി അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ച കോടതി പറയുന്നത് എന്താണോ അതിനനുസരിച്ചായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്ന് കരുതി ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്ന 2 വർഷം അതൊരു അബയൻസിൽ വെച്ചിട്ട് വീണ്ടും ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ആ കേസ് അത്രത്തോളം സ്ട്രോങ് ആണ്. ഈ വീണ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ SFI ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു IT കമ്പനിയുടെ പ്രവർത്തനം അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് നേരത്തെ ശ്രീ വെമ്പായം നസീർ ഇവിടെ പറഞ്ഞിരിക്കുന്ന സെലിബ്രിറ്റീസിനെ ഉപയോഗിക്കുന്നത് പോലെയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിനൊരു പാരലൽ അല്ല, അതിൻ്റെ ഒരു കമ്പാരിസൺ അല്ല.
ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ERP സോഫ്റ്റ്വെയർ വേണം ഈ കമ്പനിയുടെ HR-ഉം ഫൈനാൻസും മറ്റെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ERP സോഫ്റ്റ്വെയർ വേണമെന്നും അത് കസ്റ്റമായിട്ട് ഇവർ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് ശേഷം അതിൻ്റെ ഡിസൈന്, അതിൻ്റെ മൊഡ്യൂളുകളുടെ ഡിസൈന് ഒക്കെ തന്നെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് 2 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. അത് വലിയൊരു കാലയളവാണ്, 2 വർഷം അതിൻ്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഓരോ തവണയും അവരെ കാണിക്കുന്ന സമയത്ത് ഈ CMRL ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അർജൻസി ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവരതിൽ മാറ്റങ്ങൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഇതിന് മോഡ്യൂളുകൾ ഏതൊക്കെയാണ്, ഇപ്പോൾ HR-ൻ്റെ മോഡ്യൂളാണ്, അല്ലെങ്കിൽ ഇൻവെൻട്രിയുടെ മോഡ്യൂളാണ്, അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റിൻ്റെ ആണ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മോഡ്യൂളാണ് എങ്കിൽ ആ മോഡ്യൂളുമായി ബന്ധപ്പെട്ട് ഡിസൈനൊക്കെ ഇങ്ങനെ മാറ്റാനായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് ആരാണ് ചെയ്യുന്നത്? ആ ചെയ്യുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഇവരുടെ കമ്പനിയിൽ റെക്കോർഡ് ഉണ്ടാവേണ്ടതല്ലേ? ഞാൻ പറഞ്ഞത് ഇമെയിലായിട്ടൊന്നും അയക്കണമെന്നില്ല, പക്ഷേ അവരുടെ കമ്പനിയിൽ ഇത് ആൾക്കാർ ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉണ്ടാകും. ഓരോ തവണയും ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഇൻ പേഴ്സൺ മീറ്റിങ്ങിന് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ തവണയും ഡിസൈൻ ഉണ്ടാക്കുന്നു, ഇതിൻ്റെ ആ ഡിസൈനും കൊണ്ടുപോകുന്നു, ഇതിൻ്റെ പ്രോഗ്രാമും കോഡും എല്ലാം ഇവർ പേപ്പറിൽ എഴുതിയിട്ട് അവിടെ കൊണ്ടുവന്ന് കാണിക്കുകയാണോ? ഇനി അവരുടെ സിസ്റ്റത്തിൽ തന്നെയാണ് ഇതുള്ളത് എങ്കിൽ അതവർ കാണിച്ചു കൊടുക്കണ്ടേ? അതവർ പറഞ്ഞിട്ടുണ്ട്. എക്സാലോജിക്ക് പ്രവർത്തനം നിർത്തിയിരുന്നു 2021 ആയപ്പോഴേക്കും. അതുകൊണ്ട് പിന്നീട് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ മിനിറ്റ്സ് ഹാജരാക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്നൊരു മറുപടി കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു IT കമ്പനി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകും. ഇതെല്ലാം തന്നെ അവരുടെ കയ്യിൽ അതിൻ്റെ കോപ്പീസ് ഉണ്ടല്ലോ. ഇപ്പം മറ്റ് കോപ്പികളൊന്നും തന്നെ ഇവരുടെ ഈ ക്ലയൻറ്റിന് ഇവർ കൊടുക്കണ്ട. പക്ഷേ ആസ് എ വെൻഡർ ഇവരുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിസൈൻസ്, ഓരോ സമയത്ത് അതിലുണ്ടായിരിക്കുന്ന ചേഞ്ച്, ഏതൊക്കെ മോഡ്യൂളാണ് അവർ ഇനീഷ്യലി തീരുമാനിച്ചിരുന്നത്, ഇതുമായി ബന്ധപ്പെട്ട കണക്കിലുണ്ട്. ഇതിൽ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അതായത് ഒരു റിക്വയർമെൻറ്റ് ഇവർക്ക് കൊടുക്കുമ്പോൾ ഇന്ന മോഡ്യൂളുകളാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ആ റിക്വയർമെൻറ്റ് വരുന്നത് എവിടുന്നാണ്? CMRL നിന്നാണ്. CMRLൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സജസ്റ്റ് ചെയ്യേണ്ടത്. ആ CMRL വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അവർക്കിതൊന്നും കിട്ടിയിട്ടില്ല എന്നല്ലേ? അതായത് അവർ തന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വീണയുടെ കമ്പനിയിലുള്ള ആൾക്കാർ ഇത് ചെയ്തിട്ടില്ല. പിന്നെ ഇത് തിൻ എയറിൽ നിന്നാണോ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്? അപ്പോൾ എല്ലാ മീറ്റിങ്ങുകളും നേരിട്ട് നടത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര തവണ വീണ അവിടെ പോയിട്ടുണ്ട്? എത്ര തവണ ഈ 2 വർഷത്തിനിടയിൽ അവിടെ പോയി ഇൻ പേഴ്സൺ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്? വീണയുടെ കമ്പനിയിലെ ആരൊക്കെ അവരെ അക്കമ്പനി ചെയ്തിട്ടുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളും രേഖകളും ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ? അതൊന്നും ഇല്ലെന്നേ. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് മീറ്റിംഗ്സ് നടന്നിരിക്കുന്നതിന് പോലും ഡോക്യുമെന്ററി എവിഡൻസ് കാണിക്കാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരാളിൻ്റെയും ഒരു തരത്തിലുള്ള ഡയറക്റ്റ് പ്രസൻസും ഇല്ലാതെ പൂർണ്ണമായും വെർച്വലായി നടന്നിരിക്കുന്ന കാര്യമാണെങ്കിൽ വെർച്വലായിട്ടുള്ള എവിഡൻസ് വേണം. അതുമില്ല. ഇവരുടെ കോർ കോമ്പീറ്റൻസി എന്താണ്? കൺസൾട്ടൻസി ആണോ? അതുമായി ബന്ധപ്പെടുത്തി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെ എവിടെയെങ്കിലും സമാനമായിട്ടുള്ള പ്രോജക്ട്സ് കിട്ടണം. അതും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു കൺസൾട്ടൻസി എഗ്രിമെന്റ്, ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു മാർക്കറ്റിംഗ് എൻഗേജ്മെന്റ് CMRL എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് മാത്രമാകുമ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ക്വസ്റ്റ്യനബിൾ ആണ്. ശരി, അത് അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇനി EDക്ക് നടത്തേണ്ടത്. ED വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ നിന്നുള്ള ആ കടമ്പയും മറികടക്കുമോ എന്നാണ് അറിയുവാനുള്ളത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മാസപ്പടി കേസിൽ ED അന്വേഷണം രാഷ്ട്രീയമോ? അതേ എന്ന് 19% പ്രേക്ഷകർ, അല്ല എന്ന് 79%. അവസാനിക്കുന്നു. നന്ദി.